പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം ഇന്ന് നടക്കും. ചൂരാചന്ദ്പൂരിലും ഇംഫാലിലും സന്ദർശനം നടത്തും അദ്ദേഹം. മണിപ്പൂർ കലാപത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. പ്രധാനമന്ത്രിയുടേത് ആത്മാർത്ഥതയില്ലാത്ത നടപടി എന്ന ആരോപണം ഉൾപ്പെടെ ഉയർത്തി കടുത്ത വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. രാകേഷ് ചേരുന്നു. രാകേഷ്, പ്രധാനമന്ത്രിയുടേത് ഒരു തന്ത്രപ്രധാനമായ നീക്കമാണ്, തർക്കമില്ല. 4 പതിറ്റാണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലാത്ത ഇടങ്ങളിലേക്ക് പോലും നരേന്ദ്രമോദി എത്തുന്നു എന്നതാണ് BJP ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചരണം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം? എപ്പോഴേക്ക് അദ്ദേഹം എത്തിച്ചേരും? സജിത്ത്, 2023 മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ വംശീയ കലാപം നടക്കുന്നത്. അതിനുശേഷം പലപ്പോഴായി പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കണമെന്ന ആവശ്യമായിരുന്നു. വിവിധ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. കോൺഗ്രസ് പലപ്പോഴായി പ്രധാനമന്ത്രി അവിടെ പോകാത്തതിനെ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മണിപ്പൂർ വലിയ ചർച്ചാ വിഷയമായിരുന്നു. രാഹുൽ ഗാന്ധി ഭരണഘടനയെ അടക്കം ഉയർത്തിപ്പിടിച്ചതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അക്കാലത്ത് പോലും പ്രചാരണത്തിനായൊന്നും തന്നെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തിയില്ല. ഏതായാലും ഇപ്പോൾ 2 വർഷവും 4 മാസവും പിന്നിടുകയാണ് കലാപം ആരംഭിച്ചിട്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പലയിടത്തും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത് മിസോറാമിലാണ്. ഐസ്വാളിൽ പുതിയ റെയിൽവേ ലൈനിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഐസ്വാളിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള രാജധാനി എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഐസ്വാളിൽ നിന്ന് അദ്ദേഹം മണിപ്പൂരിലേക്ക് തിരിക്കും. ഹെലികോപ്റ്റർ മാർഗം ആദ്യം ചുരാചന്ദ്പൂരിലെത്തും. ചുരാചന്ദ്പൂർ ആണ് കുക്കി വിഭാഗത്തിന്റെ സ്വാധീന കേന്ദ്രം, അല്ലെങ്കിൽ വലിയ വിഭാഗം കുക്കികൾക്ക് വലിയ സ്വാധീനമുള്ള ജനസംഖ്യയിൽ അവർ ഏറ്റവും കൂടുതലായുള്ള മേഖലകളിൽ ഒന്നാണ് ചുരാചന്ദ്പൂർ. അവിടെയാണ് ആദ്യം എത്തുക. അവിടെ പീസ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട് ജനക്കൂട്ടത്തെ. അതിനുശേഷം ഇംഫാലിലേക്ക് അദ്ദേഹം എത്തും. ഇംഫാൽ തലസ്ഥാനമാണ് സംസ്ഥാനത്തിൻ്റെ. അതിനപ്പുറം മെയ്തൈ വിഭാഗത്തിൻ്റെ സ്വാധീന മേഖല കൂടിയാണ്. അങ്ങനെ ഈ 2 ഇടങ്ങളിലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഏതാണ്ട് 8,500 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 7,200 കോടി രൂപയുടെ വികസന പദ്ധതി ചുരാചന്ദ്പൂരിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. 1,300 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം ഇംഫാലിൽ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ സംഘർഷത്തിന് അയവുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ പോലും ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിലെത്തിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിന് എന്ത് പോംവഴി, എന്ത് നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഏതാണ്ട് 260 പേരാണ് ഈ കലാപത്തിൽ കഴിഞ്ഞ 2 വർഷവും 4 മാസത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. കൂടാതെ 56,000 ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കൊന്നും തന്നെ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മെയ്തൈ സ്വാധീന മേഖലകളിലുള്ള കുക്കികൾക്ക് അവരുടെ വീടുകളിലേക്ക് ഇപ്പോഴും തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. കുക്കികൾ സ്വാധീനമുള്ള മേഖലകളിലുള്ളവർക്ക് മെയ്തൈ വിഭാഗത്തിനും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തിരിച്ച് അവരവർക്ക് അവരുടെ നാടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതിനെന്താണ് സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമന്ത്രി എന്തെങ്കിലും അക്കാര്യം സൂചിപ്പിക്കുമോ, പറയുമോ എന്നുള്ള നിർണായകമായ കാര്യമാണ്. രണ്ടാമത്തത്, ദേശീയപാതയിലടക്കം അടുത്ത കാലം വരെ ഉപരോധമുണ്ടായിരുന്നു. ഒരു ഫ്രീ മൂവ്മെന്റ് അവിടെ നടന്നിരുന്നില്ല. അത് ഇനി എന്തായിരിക്കും സാഹചര്യം? ഇപ്പോൾ തൽക്കാലത്തേക്ക് കുക്കികളടക്കമുള്ളവരുമായി നാഷണൽ ഹൈവേ 2 ഉപരോധമടക്കമുള്ള സമരങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ അതും തുടർന്ന് അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഇത് കൂടാതെ മറ്റ് ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നത്, ഒന്ന്, സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലാണുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിലുള്ളത്. അവിടെ വീണ്ടും ഒരു സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് തുടക്കമിടാൻ ഈ സന്ദർശനം കൊണ്ട് സാധ്യമാകുമോ, അതോ ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് മണിപ്പൂർ പോകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഏതായാലും പ്രധാനമന്ത്രി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ റാലിയിൽ എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നതെന്ന കാര്യത്തെ ഉറ്റുനോക്കുകയാണ്. ഏതായാലും സജിത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിമർശനങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി അവിടെ ചെലവഴിക്കുന്നത് 3-4 മണിക്കൂറാണ്. അങ്ങനെ 3-4 മണിക്കൂർ കൊണ്ട് തീരുന്ന പ്രശ്നമല്ല മണിപ്പൂരിലേത്. അതുകൊണ്ട് ആ മുറിവ് ഉണങ്ങില്ല എന്ന പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവർ അത് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇക്കാലങ്ങളിലൊന്നും തന്നെ പ്രധാനമന്ത്രി അവിടേക്ക് പോകാത്തത് തന്നെയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ നീക്കമായി കേന്ദ്ര സർക്കാരും BJPയും ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ മറുവശത്ത് വലിയ പ്രതിഷേധവുമായി വിമർശനവുമായി കോൺഗ്രസും കളത്തി വരുന്നുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്.